അദ്ദേഹം ഒരു മുസൽമാനാണ്, നോമ്പ് നോൽക്കുന്ന ആളാണ്. ആ ഒരു അവസരത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഉത്സവ സമയത്ത് ഇവിടെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരെ മനോഹരമായ രീതിയിൽ നടത്തി വരുന്ന ആളുകൾക്ക് നല്ലൊരു സേവനമൊക്കെ കൊടുത്ത് ആ സന്തോഷത്തിലാണ് അദ്ദേഹം. എങ്ങനെ തോന്നുന്നു? ഞാനിപ്പോൾ നല്ല ഇതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിന് മുമ്പ് ചേർത്തല കളിച്ചുകുളങ്ങര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് 21 ദിവസം അവിടെയായിരുന്നു. അവിടെയും അടിപൊളിയായിരുന്നു. അവിടെ ചിക്കരപ്പിള്ളേരെ പരിപാടിയായിരുന്നു 21 ദിവസം. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേ പോകാറുള്ളൂ? ആറ്റുകാൽ പൊങ്കാല, ചിക്കരപ്പിള്ളേരുടെ. ഇനി എവിടാ അടുത്തത്? മലയാറ്റൂരാണ് ഇപ്പോൾ നോക്കിയേക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയിൽ പൊങ്കാല സമയത്ത് നിരവധി കച്ചവടങ്ങൾ ഇവിടെ പല രീതിയിൽ നടക്കാറുണ്ട്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കടകളാണ് ഇത്. അപ്പോൾ വെറുതെ ഞാനൊന്ന് ചോദിച്ചതാണ്, കച്ചവടമൊക്കെ പൊടി പൊടിച്ചോന്നു. വലിയ സന്തോഷത്തോടെ. പിന്നെ ഭയങ്കര കച്ചവടമായിരുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും ബിനിയാമുണ്ട് നമ്മുടെ കൂടെ. ബിനിയാമിനോട് സംസാരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു? പ്രത്യേകിച്ച് ഈ കുംഭമാസത്തിലെ ചൂടാവുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം പ്രോഡക്റ്റ് ഇവിടെ ഇറക്കി. എങ്ങനെയാണ് ആൾക്കാരുടെ ഒരു പ്രതികരണം എന്തായിരുന്നത്? കുഴപ്പമുണ്ടായില്ല, അത്യാവശ്യം ഇതുണ്ടായിരുന്നു, സ്പെഷ്യൽ ഇതുണ്ടായിരുന്നു, കുഴപ്പമൊന്നുണ്ടായില്ല. കാശൊക്കെ കയ്യിൽ വന്നോ? കുഴപ്പമുണ്ടായില്ല, നല്ല കച്ചവടം ഉണ്ടായിരുന്നു. നാട്ടുകാർ വന്ന് കടം ചോദിക്കും, അതാണ് മുഖത്തൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉത്സവം കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി നമുക്ക് നോമ്പാണല്ലോ. ഓ അത് ശരി. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നോർമലി വേറെ എന്താ ബിസിനസ് ചെയ്യണേ? ഇത് തന്നെ ജ്യൂസിന്റെ വീട്ടിലാണ്. ഇല്ല, നോമ്പ് വൈകുന്നേരങ്ങളിലും ഇല്ല. ഇല്ല ഇല്ല, പിന്നെ ഇനി നോമ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ. എങ്ങനെയുണ്ട് ഒരു അമ്പല പരിസരത്തിൽ ഒരു ശരിക്കും ഞാൻ അദ്ദേഹത്തെ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. അതായത് അദ്ദേഹം ഒരു മുസൽമാനാണ്, നോമ്പ് നോൽക്കുന്ന ആളാണ്. ആ ഒരു അവസരത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഉത്സവ സമയത്ത് ഇവിടെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരെ മനോഹരമായ രീതിയിൽ നടത്തി വരുന്ന ആളുകൾക്ക് നല്ലൊരു സേവനമൊക്കെ കൊടുത്ത് ആ സന്തോഷത്തിലാണ് അദ്ദേഹം. എങ്ങനെ തോന്നുന്നു? ഞാനിപ്പോൾ നല്ല ഇതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിന് മുമ്പ് ചേർത്തല കളിച്ചുകുളങ്ങര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് 21 ദിവസം അവിടെയായിരുന്നു. അവിടെയും അടിപൊളിയായിരുന്നു. അവിടെ ചിക്കരപ്പിള്ളേരെ പരിപാടിയായിരുന്നു 21 ദിവസം. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേ പോകാറുള്ളൂ? ആറ്റുകാൽ പൊങ്കാല, ചിക്കരപ്പിള്ളേരുടെ. ഇനി എവിടാ? അടുത്തത് മലയാറ്റൂരാണ് ഇപ്പോൾ നോക്കിയേക്കുന്നത്. അത് പരിപാടി സ്റ്റാർട്ട് ആയിട്ടുള്ളൂ, ഇതായിട്ടില്ല, സ്ട്രോങ് ആയിട്ടില്ല. അപ്പോൾ കൂട്ടാളി ബ്രദറാണോ അതോ സുഹൃത്ത്? എങ്ങനെയുണ്ടായിരുന്നു? നല്ല കച്ചവടമാണ്. ഇനി എന്തെങ്കിലും പുതിയൊരു പ്രോഡക്റ്റ് വല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ? അല്ല, നമ്മൾ ബബിൾ ടീയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബബിൾ ടീ ഇന്നലത്തോടെ എല്ലാം കഴിഞ്ഞു. ഇതിൽ കൂടുതൽ നിങ്ങളുടെ ഷോപ്പിലേക്ക് വന്നുകൊണ്ടിരുന്നത് കുഞ്ഞു പിള്ളേരാണോ, ചെറുപ്പക്കാരാണോ, പ്രായമായവരാണോ? എല്ലാവരും ഉണ്ടായിരുന്നു. അല്ല, ഇവിടെ കൂടുതലും പ്രായമുള്ള ആൾക്കാരെ സെയിലാണ്. കളിച്ചുകുളങ്ങരയിൽ ചിക്കരപ്പിള്ളേരെ പരിപാടിയാണ്. 3200 പിള്ളേരെ പരിപാടിയായിരുന്നു. അവിടെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ അവിടെ കൂടുതലും ബബിൾ ടീ പരിപാടിയാണ്. ഇവിടെ കൂടുതലും പ്രായമുള്ള കരിക്കാണ് കൂടുതലും പോണത്. അത്യാവശ്യം സെയിലുണ്ടായിരുന്നു. ബിനിയാം, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് പൊങ്കാല ഇടുന്നവർക്ക് മാത്രം ഉള്ളതല്ല. ശരിക്കും പൊങ്കാല സമയത്ത് കച്ചവടം നടത്തുന്നവർ, അതിലൂടെ ഒരു ഉപജീവന മാർഗം കരുപ്പിടിപ്പിക്കുന്നവർ, അവരുടെ ബിസിനസ് വലുതാക്കുന്നവർ, അങ്ങനെ ഒരുപാട് മുഖങ്ങളാണ് ആറ്റുകാൽ പൊങ്കാല സമയത്തുള്ളത്. ഇത് പെരുമാൾ, ഇത് ദേവ, ഇത് അയ്യപ്പൻ. ഇത് അയ്യപ്പൻ്റെ പെങ്ങളുടെ മകനാണ്. ഇവർ റിലേറ്റീവ്സ് ആണ്. അപ്പോൾ ഇവരിവിടെ ചെയ്യുന്നത് പാനിപൂരി ഉണ്ട്, പിന്നെ പാനിപൂരി, കടല, സ്വീറ്റ് കോണ്, ഇതെല്ലാം, സെവനപ്പ്, വെള്ളം എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം? കൊള്ളായിരുന്നു ഒറ്റവാക്കി പറയരുത്. എല്ലാം കച്ചവടം ഉണ്ടായിരുന്നു. കാശ് കിട്ടി. എല്ലാം ഉണ്ട്. പെരുമാളിന്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത് അയ്യപ്പനാണ്. മോനെ, അമ്മാവന്റെ കൂടെ ഈ ഒഴിവ് സമയം ആയതുകൊണ്ടാണോ വരുന്നത്? പൊങ്കാലയ്ക്ക് വേണ്ടി വന്നത്, കച്ചവടത്തിന് കൂടെ വന്നത്. എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം പഠിച്ചോ? നീയാണോ നല്ല കച്ചവടക്കാരൻ, മാമനാണോ? മാമന്റെ ഇത് പഠിച്ചൊരു ടിപ്പ് പറ. ഒന്നും പഠിച്ചില്ലേ? എന്തെങ്കിലും ഒരു ടിപ്പ് മാമൻ ചെയ്യുന്ന പോലെ കണ്ടു ചെയ്യണമെന്ന് വിചാരിച്ചത്? കടല, പാനിപൂരി, ഷോളം. എങ്ങനെ പാനിപൂരി ഉണ്ടാക്കാൻ പഠിച്ചു? കണ്ടുപിടിച്ചതാണ്. കൂടുതൽ നമുക്ക് കടലയാണ് ചെയ്യണത്. പിന്നെ പാനിപൂരി എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് പാനിപൂരി ചെയ്യണത്. പെരുമാളെ, എന്താ വിശേഷം? കുഴപ്പമില്ല, ഒരു വിശേഷം കുഴപ്പമില്ല. നമുക്ക് മലയാളം ഓരോ കുഴപ്പമില്ല, നല്ല കച്ചവടമാണ്. നാളെ പോകും. ഇനി ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടെങ്കിൽ വരും. കുട്ടികൾ എത്ര പേരാ? 2. അപ്പൊ ഞാൻ ഇനി ഒരു കൊനഷ്ട ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഈ വരുമാനം എങ്ങനെ നിങ്ങൾ പാർട്ടീഷൻ ചെയ്യും? അല്ല, പാർട്ടീഷൻ ചെയ്യുന്നതല്ല, നമ്മൾ സ്റ്റോൾ എടുത്തിട്ട് കച്ചവടം ചെയ്യണത്. അങ്ങനെ അതിൽ കിട്ടുന്ന ലാഭം നമ്മൾ ഷെയർ ചെയ്യണത്. നമ്മളത് അളിയനാണ്, അളിയന് നമ്മൾ കൊടുക്കുന്നത് മേടിച്ചോളും.
അത്രേ ഉള്ളൂ. പെങ്ങടമോന് പിന്നെ സ്കൂൾ അവധിയായിട്ട് വന്നത്. അവനൊന്നും കൊടുക്കില്ലേ? അത് കൊടുക്കും, പിന്നെ മാമനില്ലേ, അത്രേ ഉള്ളൂ. ഓക്കെ, ശരിക്കും സന്തോഷം നിറഞ്ഞ ഒരുപാട് മുഹൂർത്തങ്ങളാണ് ആറ്റുകാൽ പൊങ്കാല പരിസരത്തുള്ളത്. ഇതുപോലെ മനസ്സ് നിറഞ്ഞ് പൊങ്കാല കഴിഞ്ഞു പോകുന്ന അമ്മമാരോടൊപ്പം കച്ചവടത്തിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കി മനസ്സ് നിറഞ്ഞു പോകുന്ന ഇവരെ പോലുള്ളവരുമുണ്ട്. എന്തായാലും പൊങ്കാല കാഴ്ചകൾ മനോഹരമാകുന്നത് ഇവരെ പോലുള്ളവരെയും കൂടി ചേർത്താണ് എന്ന് തന്നെ പറയേണ്ടി വരും.